നടൻ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ BJP പ്രവേശനവും ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും നേടിയ ഒന്നായിരുന്നു. നിരവധി ട്രോളുകളിലൂടെയും മറ്റും സൈബറിടങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ്. കൂടാതെ സിനിമാ താരമായ കൃഷ്ണകുമാർ BJPയിൽ ചേർന്നതിന് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം തന്നെ അതിജീവിച്ചാണ് അദ്ദേഹം ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുന്നത്. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന് പിന്തുണയുമായി വാർത്താ സമ്മേളനത്തിൽ നടിയും മകളുമായ അഹാന കൃഷ്ണയും മറ്റ് കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അവസാനം വന്ന വ്യക്തിയാണ് താനെന്നും കൃത്യമായ ഒരു റൗണ്ട് വെച്ചല്ല മുന്നോട്ട് പോകുന്നതെന്നും നേരെ മറിച്ച് പരമാവധി ആളുകളിലേക്ക് എത്തുക എന്ന ഉദ്ദേശമാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ലോകത്ത് ചുവരെഴുത്തിനോട് പോലും തനിക്ക് താല്പര്യമില്ല എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അയാൾ ആരാണെന്നും മുൻപ് അദ്ദേഹം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇനി എന്ത് ചെയ്യുമെന്നുമാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്നും അതെത്തിച്ചു എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കേന്ദ്രം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലമെന്നും വരും ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കളുടെ ഒരു നിര തന്നെ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലത്ത് വിജയിക്കാനാകുമെന്നൊരു തോന്നൽ കേന്ദ്രത്തിനുണ്ട് എന്ന് കൃഷ്ണകുമാർ പറയുകയുണ്ടായി. കൂടാതെ അടിയൊഴുക്ക് ഏറ്റവും ശക്തമായി നടക്കുന്ന മണ്ഡലം കൊല്ലമാണെന്നും ഇരുമുന്നണികളും കാലാകാലങ്ങളായി ഭരിച്ചിട്ടും ഒരു വികസനവും നടന്നിട്ടില്ല എന്നും വികസനത്തിനെല്ലാം സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു എന്നിട്ടും ഇതുവരെ വന്ന് ഭരിച്ച MPമാരൊന്നും തന്നെ യാതൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. 40 വർഷത്തിന് മുൻപ് അടഞ്ഞുകിടന്ന ബൈപ്പാസിനെ കുറിച്ചും കൃഷ്ണകുമാർ പരാമർശിച്ചു. അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നടന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണെന്നും കൊല്ലത്ത് MP ചെയ്തത് ഫ്ലെക്സ് വയ്ക്കുക മാത്രമാണെന്നും പരിഹസിച്ചു. കൂടാതെ താനൊരു അച്ചടക്കമുള്ള പ്രവർത്തകനാണെന്നും എപ്പോഴും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം വാർത്താ സമ്മേളനത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് കൃഷ്ണകുമാർ പങ്കെടുത്തത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കാനല്ല, മറിച്ച് അച്ഛന് പിന്തുണയ്ക്കാനാണ് പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നതെന്ന് കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. NDA സ്ഥാനാർത്ഥിയായ അച്ഛനെ പിന്തുണച്ചത് തന്നെ മോശമായി ബാധിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ല എന്നായിരുന്നു അഹാനയുടെ മറുപടി. അച്ഛനെ പിന്തുണച്ചതിന് ഏതെങ്കിലും തരത്തിൽ നെഗറ്റിവിറ്റി വരുമെന്ന് കരുതുന്നില്ല. എല്ലാവരും സ്വന്തം കുടുംബാംഗങ്ങളെ പിന്തുണയ്ക്കുമല്ലോ, എല്ലാ കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്നും അഹാന ചോദിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പറയുന്ന വിമർശനങ്ങൾ വ്യക്തിപരമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കില്ല. ഞങ്ങൾക്ക് അച്ഛൻ്റെ പ്ലാനുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കാറില്ല. വ്യാജ അക്കൗണ്ടുകളിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ മോശം കാര്യങ്ങൾ പറയുന്നവർക്ക് ഒരു പരിധിക്കപ്പുറം പ്രാധാന്യം കൊടുക്കാറില്ലെന്നും അഹാന വ്യക്തമാക്കി. എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്ത് പറയാതെ തന്നെ അത് വളരെ എവിഡന്റ് ആണ്. നമ്മൾ നമ്മുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ഏത് പരിചയമുള്ള ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്കാണെങ്കിൽ ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിമാർക്കോ ഒക്കെ വേണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല, നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാള് ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യം ആയിക്കോട്ടെ, നമ്മളെല്ലാവരും നിൽക്കത്തില്ല. ദാറ്റ്സ് വാട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആർ ഫോർ, റൈറ്റ്? അപ്പം ഇത് കാണുന്ന മനുഷ്യർ തന്നെയല്ലേ. അപ്പൊ ഇതിലെന്ത് നെഗറ്റിവിറ്റി വരാനാണ്? അപ്പൊ അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും വിചാരിക്കുന്നില്ല. നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ഛനെന്നല്ല, ഇപ്പൊ ഞാൻ നാളെ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അച്ഛനും അമ്മയാണ്. ഈ പുറത്ത് കാണുന്നവരെല്ലാവരും അത് കഴിഞ്ഞു വരുന്നതാണ്. നമ്മുടെ കൊച്ചിലെ തൊട്ട് നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശപ്പെട്ട കാര്യം വന്നാലും അച്ഛനും അമ്മയും അനിയത്തിമാരും അടുത്ത കൂട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. എന്നാൽ കൃഷ്ണകുമാറിന്റെ മക്കൾ അവരുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അച്ഛന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു. താൻ ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണെന്നും തന്നെ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ മക്കൾ വന്നെന്നും കൊല്ലത്തെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ വ്യക്തമാക്കി. ജയപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എനിക്ക് ജോലി എടുക്കാൻ ഇഷ്ടം. അതിനകത്ത് സ്ഥാനമാനങ്ങൾക്ക് ഗുണമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാവരും പറയും രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എനിക്ക് സ്ഥാനമാനങ്ങളിൽ താല്പര്യമില്ലെന്ന്. അത് തന്നെ ആദ്യത്തെ ഒരു കള്ളമാണ്. നമുക്ക് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് പാർലമെന്റ് സിസ്റ്റത്തിൽ വരുമ്പോൾ, അതിനകത്ത് അധികാരമുണ്ടെങ്കിൽ, അധികാരമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റും, ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു അധികാരമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പോകുന്ന ശക്തി കൂടും. അതായത് വളരെയധികം പ്രോജക്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു സാധാരണ മനുഷ്യൻ വിചാരിക്കുന്നവരിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ ഒരു ഹോൾ സിസ്റ്റം വർക്ക് ചെയ്യും. അതുകൊണ്ട്
നമുക്ക് വർക്ക് ചെയ്യാൻ ഇന്ന് 55 വയസ്സ്, രാഷ്ട്രീയപരമായി ഇതൊരു യങ് ഏജാണ്. ഒരു അടുത്ത 20 വർഷം ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും, വികസനം കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ. കാരണം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരും, റിസൾട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത്. എന്തായാലും നല്ലത് വരും.